1 verse 1. ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാമോ? Job chapter 1 verse 1. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് Somebody from congregation, please. Of Uz there lived a man whose name was Job. Hallelujah. This man was blameless and upright. He feared God and shunned evil. മതി. എല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു വേദഭാഗം. We all are very familiar with this verse. തിരുവെഴുത്തിലെ ഓൾഡസ്റ്റ് ബുക്കാണ് ഈ ബുക്ക് ഓഫ് ജോബ് എന്നാണ് ബൈബിൾ സ്റ്റുഡൻസ് പറയുന്നത്. Bible students or scholars are saying that the oldest book of the Bible is Job. ഇത് ക്രിസ്ത്യൻസും ജൂസും ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, സെക്കുലർ യൂണിവേഴ്സിറ്റികളിൽ ഈ പുസ്തകത്തെ പറ്റിയുള്ള പഠനം നടക്കുന്നുണ്ട്. Not only Jews as well as all the Christians, but also a lot of theological students or universities are also following from this book. ഈ പുസ്തകത്തെ പറ്റി വിശദമായിട്ട് വിവരിക്കാൻ എൻ്റെ മുന്നിൽ സമയമില്ല. I do not have enough time to completely illustrate from this book. നമ്മൾ ഈ ബൈബിളിൻ്റെ ഹിസ്റ്ററി എടുത്താൽ 4000 ഇയേഴ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ പുസ്തകത്തിനുള്ളത്. This book has a background of almost 4,000 years. ഈ പുസ്തകത്തിൻ്റെ ബുക്ക് ഓഫ് ജോബിനെ പറ്റി ബുക്ക് ഓഫ് എസെക്കിയേലിനകത്തും ജെയിംസിൻ്റെ ബുക്കിനകത്തും ഓരോ പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുണ്ട്. Book of Ezekiel as well as the book of James quote a few verses from this book of Job. എസെക്കിയേലിനകത്ത് ജോബ് എന്ന് 2 പ്രാവശ്യം പേരെടുത്തിട്ടുണ്ട്. In the book of Ezekiel, this character Job was mentioned 2 times specifically. ജെയിംസ് 5:11 ജോബിന്റെ ഒരു ക്യാരക്ടർ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. In the book of James chapter 5, there is a verse specifically mentioned about the name of Job, and he was exhorting us to follow that character. ഈ ബുക്ക് ഓഫ് ജെയിംസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ട് ഞാൻ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരാം. I would like to tell the importance of the book of James first, and then I'll come back here. ഫെയ്ത്തിനെ പറ്റി ജെയിംസ് പറയുമ്പോൾ അബ്രഹാമിനെയും രാഹാബിനെയും ജെയിംസ് കൊണ്ടുവരുന്നുണ്ട്. When James was mentioning about faith, he was bringing Abraham as well as the Rahab. പ്രയറിനെ പറ്റിയും ബുക്ക് ഓഫ് ജെയിംസിനകത്ത് മെൻഷൻ ഉണ്ട്. ജെയിംസ് അവിടുന്ന് ഉദാഹരണം എടുക്കുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ എലൈജയുടെ എക്സാമ്പിൾ ആണ് എടുക്കുന്നത്. James was speaking about prayer also, and he was giving an example for prayer from an Old Testament character named Elijah. ഒരു ഡിവൈൻ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ആണ് സഹിഷ്ണുത എന്ന ക്യാരക്ടർ. A divine communicable attribute is patience. ആ സ്വഭാവം പറയാനായിട്ടാണ് ജോബിനെ ജെയിംസ് എടുത്ത് കോട്ട് ചെയ്തേക്കുന്നത്. In order to exemplify patience, James was mentioning the example of Job in his book. ഈ ജോബിന്റെ പുസ്തകത്തിനകത്ത് 8 ക്യാരക്ടേഴ്സിനെ കാണാം. We can see almost 8 characters in this book of Job. ഗോഡ് ആണ് ഫസ്റ്റ് ക്യാരക്ടർ. God is the first character. ദൈവത്തിന്റെ എനിമിയായ സൈറ്റാനെ ഇതിനകത്ത് കാണാം. God's enemy Satan is the second one. ജോബ് അവിടെ ഉണ്ട്. Job is the third one. ജോബിന്റെ വൈഫ് അവിടെ ഉണ്ട്. Job's wife is the fourth one. ജോബിന്റെ 4 ഫ്രണ്ട്സിനെയും ഈ പുസ്തകം പ്രസന്റ് ചെയ്യുന്നുണ്ട്. Job's 3 friends. Four friends also are being mentioned in this book. ഈ പുസ്തകത്തിന്റെ പ്രധാന തീം എന്നുള്ളത് സാം 73 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഹൗ ഡു ദ റൈച്ചസ് സഫർ എന്നതായിരുന്നു ഇതിനകത്ത് ഈ വിഷയത്തിന്റെ തീം. This book's main theme is, I mentioned one time from the book of Psalms chapter 73, how do wicked prosper. വളരെ വിശുദ്ധിയോടെ ജീവിച്ച ഒരു ഭക്തനായിരുന്നു ഇയ്യോബ് എന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് അറിയാം. From this book we come to know that Job was a man of integrity and uprightness. ഈ ഇയ്യോബിന്റെ പുസ്തകം ശ്രദ്ധിച്ചു വായിച്ചിട്ടുണ്ടോ? Have you ever read very carefully this book of Job? ഒരു നോർമൽ മനുഷ്യൻ വായിക്കുന്നത് ആദ്യത്തെ 2 ചാപ്റ്റർ വായിച്ചാൽ പിന്നെ ചാപ്റ്റർ 42 വായിക്കുള്ളൂ എന്നാണ് പറയുന്നത്.
And a common ordinary man would be able to read first 2 chapters without any doubt. Then they would need to jump to chapter 42 to understand. കാരണം അതിന്റെ ഇടയിലെ കാര്യം കോംപ്രിഹെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. It is very difficult to comprehend from chapter 3 verse chapter 41 onwards. നിങ്ങൾ നോക്കിയേ, 1-ാം വാക്യത്തിൽ 4 ക്വാളിറ്റി ജോബിനെ പറ്റി പറയുകയാണ്. We can see in chapter 1 verse 1 4 characteristics of this character Job. ഒന്ന് ബ്ലെയിംലെസ് ആണ്. First character of this man is he was a man of blameless. 2 അപ്രൈറ്റ് ആണ്. He was upright. 3 ദൈവഭയമുള്ള ഫിയറിംഗ് ഗോഡ്. He was a man of God-fearing man. 4-ാമത്തേത് ഈവിളിൽ നിന്ന് ടേൺ ചെയ്ത് ജീവിക്കുന്ന, ദോഷം വിട്ടകലുന്ന ഒരു മനുഷ്യനാണ്. And he was a man who turned away from evil. അങ്ങനെങ്കിൽ ആ വാക്യം, ആ 4 പദത്തെ ഞാനൊന്ന് കണക്ട് ചെയ്യാം. So I would like to connect those 4 characteristics. നമ്മളോട് വായിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി നിഷ്കളങ്കൻ എന്നുള്ളതാണ്. The first quality was blameless. നിഷ്കളങ്കനാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്രൈറ്റ് ആയിരിക്കും. If a person was blameless, then he would be automatically perfect. upright. നിഷ്കളങ്കനും അപ്രൈറ്റും ആണെങ്കിൽ ആ വ്യക്തി ഉറപ്പായും ദൈവഭക്തനായിരിക്കും. Blameless and upright person would be always a person who will fear God. അങ്ങനെങ്കിൽ നോക്കിയേ, നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമാണെങ്കിൽ ദോഷം വിട്ട് അകന്ന് ജീവിക്കും. If a person was blameless and upright, and if he fear God, then he will automatically turn away from all the evil ways. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ? It is very simple to understand. Praise the Lord. നോക്കൂ, Hallelujah. അങ്ങനെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഭക്തിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ 42 അധ്യായം. If a person, such a good character, Job, this 42 chapters are comprising of this upright man's suffering and the consequences. ഞാൻ ഈ പുസ്തകത്തിന്റെ ഔട്ട്ലൈൻ പറഞ്ഞാൽ തന്നെ നമ്മുടെ സമയം തീർന്നു. If I try to explain the outline of this book, our time will be over. ഈ പുസ്തകത്തിനകത്തെ ആരംഭവാക്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നു. The first verse is giving us an introduction. 1-ാം അധ്യായവും 2-ാം അധ്യായത്തിന്റെ ആരംഭവും കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് സൈറ്റാൻ. ഇത് ഇയ്യോബ് അറിയുന്നില്ല. The second chapter's first verse is a conversation between God and Satan. This is not known by Job. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 ഫ്രണ്ട്സ് ഇയ്യോബിന്റെ അടുക്കൽ വരികയാണ്. In chapter 2, we can see 3 friends were coming to Job. 2-ന്റെ 2 verse 11 and 12 വായിച്ചാൽ മതി. 3 ഫ്രണ്ട്സ് അവിടെ വരുന്നു. We can see that there were 3 friends coming over to meet Job. 3-ാം അധ്യായം മുതൽ 31 വരെ വായിച്ചാൽ ജോബും ഈ 3 സ്നേഹിതരും തമ്മിലുള്ള സംഭാഷണമാണ്. We can see from the chapter 33 to 41, we can see the conversation between Job and these 3 friends. 3 to 31 chapters 3 to 31. Sorry, 3 to 31. ആ കോൺവെർസേഷനിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന ഇയ്യോബാണ്. And in those conversation, majorly the conversation was contributed by Job. 32ലേക്ക് വരുമ്പോൾ ഒരു ന്യൂ ഫ്രണ്ട്സ് രംഗപ്രവേശനം ചെയ്യുകയാണ്. In chapter 32, we can see a new friend is coming over. എലിഹു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. His name is Elihu. എലിഹുവും വന്ന് ഇയ്യോബിനെ കുറ്റം പറയുന്നു എന്നതാണ് കൺക്ലൂഷൻ. Again, Elihu also coming over into the picture, and he also started blaming Job. ചാപ്റ്റർ 32 മുതൽ 41 വരെ വായിച്ചാൽ 83 ക്വസ്റ്റ്യൻ ഗോഡ് ഈസ് ആസ്കിംഗ് ടു ജോബ്. 38 to 41, Job was being asked by God almost 42 questions. 83 questions. ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് ഇപ്പോഴും മനസ്സിലാകത്തില്ല, ബോട്ടണി ഫിസിക്സ് മുഴുവൻ ചോദിക്കുന്നു. So still we are unable to comprehend those questions because it comprised of almost biology and physics and chemistry, everything. എല്ലാം ചോദിക്കുന്നുണ്ട്. Almost everything. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ ചോദിക്കുന്നത്, ഇപ്പൊ പറയാൻ സമയമില്ല. I wrote almost everything. Almost all the curriculum is included. 42-ാം അധ്യായത്തിൽ ഇയ്യോബ് മാനസാന്തരപ്പെടുകയാണ്. 1 to 6. In chapter 42, verses 1 through 6, Job
is having a repentance. ഏറ്റവും ഒടുവിൽ ദൈവം വീണ്ടും പറഞ്ഞ് ഇയ്യോബിന് നന്മയെല്ലാം മടക്കി ഇരട്ടിയായിട്ട് കൊടുക്കുകയാണ്. In conclusion, towards the end, in that chapter, God was repaying Job back everything in a double portion, and he was blessing him again. 42-ാം അധ്യായം വായിക്കുമ്പോൾ ബ്യൂട്ടിഫുൾ കൺക്ലൂഷൻ ഓഫ് ദാറ്റ് ബുക്ക് നമുക്ക് അവിടെ കാണാം. We can see a beautiful conclusion of this book in chapter 42. എത്ര മനോഹരമായിട്ടാണ് ആ പുസ്തകം എഴുതി വെച്ചേക്കുന്നത് നോക്കി. How beautifully or well structured this book of Job. ഞാനൊരു ഔട്ട്ലൈൻ പറയാൻ കാര്യം ബുക്ക് ഓഫ് ജോബ് വായിക്കാനായിട്ടൊരു പ്രോത്സാഹനമാണ് അതിനു വേണ്ടിയാണ്. I gave you an overall the book I gave you because I would like to encourage you to read whole through this book. 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം തന്റെ കഷ്ടതയിലെ വാക്യമാണ്. Chapter 2 verse 8 is the verse who was saying in his affliction. He was sitting among the ashes എന്നാണ് ആ വാക്യം. He was sitting among ചാരത്തിൽ ഇരുന്നു. വളരെ കഷ്ടതയിലൂടെ പോകുന്ന ഇയ്യോബ് ചാരത്തിലിരിക്കുകയാണ്. He was going through a severe affliction and he was sitting in the middle of the ashes. ആ ദൈവദാസന്റെ ക്വാളിറ്റി മറക്കരുത്. ബ്ലെയിംലെസ് ആയിരുന്നു, അപ്രൈറ്റ് ആയിരുന്നു, ഒരു ഈവിളിലേക്കും തിരിഞ്ഞിരുന്നില്ല, ദൈവഭക്തനുമായിരുന്നു. You should never forget his characteristics. He was blameless, he was upright, he never turned to evil, and he feared God. ചാപ്റ്റർ 42-ലേക്ക് നമ്മൾ വരുമ്പോൾ When we look into chapter 42, അവിടെയും ഐ റിപ്പന്റ് ഇൻ ഡസ്റ്റ് ആൻഡ് ആഷസ് എന്ന് പറഞ്ഞാണ് ആ വാക്യത്തിൽ എഴുതി വെച്ചേക്കുന്നത്. in that chapter also we can see a phrase, I repent and I sit in ashes. ചുരുക്കി പറഞ്ഞാൽ കഷ്ടതയുടെ ആരംഭത്തിലും കഷ്ടതയുടെ അവസാനത്തിലും ചാരത്തിലും വെണ്ണീറിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ. We can see that a saint, when he was in the beginning of his affliction as well as in the end of his affliction, he was sitting with a broken heart in ashes. ചാപ്റ്റർ 42-നകത്ത് അഫ്ലിക്ഷന്റെ എൻഡിനേക്കാൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഒരു റിപ്പൻഡൻസിൽ ആശസിലിരിക്കുകയാണ്. In 42, we can see that he was not sitting in ashes with his affliction, but he was sitting on ashes with a repentful heart. നമ്മളൊക്കെ വേദനയുടെ നടുവിൽ ചാരത്തിലോ ആശസിലോ ഒക്കെ ഇരിക്കും. ഒരു മാനസാന്തരത്തോടെ അങ്ങനെ ഇരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയാറുണ്ടോ? We may be able to sit in ashes and with broken heart when we face severe affliction, but are we able to sit in ashes with prayer when we have a repentance? Praise the Lord. Hallelujah. നമുക്കറിയാം, ഞാൻ ഒരു സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇയ്യോബിന്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഭക്തിയും ഭാര്യയും ഒഴികെ ബാക്കിയെല്ലാം പോയി. Job lost almost everything except his virtue, his fear of God as well as his wife. ഈ കഷ്ടതയുടെ നടുവിൽ ആശ്വസിപ്പിക്കാൻ വന്ന ഫ്രണ്ട്സ് ഉണ്ട്. During his affliction, a few of his friends came over to comfort him. പക്ഷേ മുറിവ് കൂട്ടുകയാണ്, വേദന കൂട്ടുകയാണ് ഫ്രണ്ട്സ് ചെയ്തത്. But these friends came over, but they increased his pain. പക്ഷെ അതിൻ്റെ നടുവിലും ഇയ്യോബിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? തൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. But during that severe trial times too, he clinged to his integrity. Praise the Lord. Amen. അങ്ങനെങ്കിൽ ജീവിതത്തിന്റെ ഇത്രേ പ്രതിസന്ധി ഉണ്ടായിട്ടും why Job did not sin എന്നൊരു പാഠം ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. So this book is teaching us a lesson. Even though he was walking through such a big trials, why didn't a person sin towards God? അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ ഇയ്യോബ് എന്തുകൊണ്ട് പാപം ചെയ്തില്ല ഈ ക്രൈസിസിലൂടെ പോയപ്പോൾ? Why didn't Job commit a sin against God even though he was in such a big trial? നമ്മളൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ തമ്പുരാനെ വിട്ടു പോകാനാണ് കൂടുതൽ ടെംപ്റ്റഡ് ആവുന്നത്. Whenever we went through certain severe trials and afflictions, we always have a tendency to run away from God. എന്തുകൊണ്ടാണ് ഇയ്യോബ് അങ്ങനെ ചെയ്യാഞ്ഞതെന്നറിയാമോ? Do you know why Job didn't do that? ഞാൻ അതിന് എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഓരോ പോയിന്റ് മാത്രം പറയാം. Without giving you an explanation, I would give you some points.
പാപം ചെയ്യാതിരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം മെറ്റീരിയൽ കാര്യത്തിലായിരുന്നില്ല തൻ്റെ ഭക്തി ബേസ് ചെയ്തത്. അതാണ് കാര്യം. He did not commit sin because his virtue or his integrity was not based on any material possession. അല്ലെങ്കിൽ ഭൗതികമായ കാര്യത്തിലായിരുന്നില്ല ഭക്തി ഹോൾഡ് ചെയ്തത്. His integrity or his love towards God was not based on any material possession. അതുകൊണ്ടാണ് മെറ്റീരിയൽ പൊസഷൻ പോയപ്പോൾ ഭക്തിയെ ബാധിച്ചില്ല. That is the reason, though he lost almost all his material possessions, but still he didn't forsake his integrity or his love towards God. Praise the Lord. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജോബിന്റെ ഭക്തിയുടെ ആധാരം എന്നുള്ളത് ഗോഡ് ഹിംസെൽഫ് തന്നെയായിരുന്നു. The main point of Job's love towards God is his severe attachment or his severe love towards God. ഗോഡ് ഹിംസെൽഫ്, God ദൈവം തന്നെയായിരുന്നു. God himself is the reason why Job didn't turn away from God. അതുകൊണ്ടാണ്. എന്നാൽ ജോബിന്റെ വൈഫിന്റെ ഭക്തി ബേസ്ഡ് ഓൺ സംതിങ് എൽസ്. But Job's wife's integrity, godliness was based on something else. പക്ഷേ ജോബിന്റെ ഭക്തി ബേസ്ഡ് ഓൺ റൂട്ടഡ് ഓൺ ഗോഡ് ഹിംസെൽഫ്. But Job's godliness was purely based on God himself. Why Job did not sin? Answer is his godliness based on God himself. Amen. Hallelujah. Clear ആയോ? Amen. Stotram. Praise the Lord. Stotram. സെക്കൻഡ്, എന്തുകൊണ്ടാണ് ജോബ് പാപം ചെയ്യാഞ്ഞത്? The second point, why didn't Job commit sin? He knows God is sovereign. Amen. Because Job knows that God is യോബിന് sovereign. അറിയാമായിരുന്നു ദൈവമാണ് സോവറിൻ, സർവത്തെയും നിയന്ത്രിക്കുന്നവൻ ദൈവമാണ് എന്ന് ജോബിന് അറിയാമായിരുന്നു. Because Job was very sure that God is in control of every situation. ഞാൻ ഇന്ന് രാവിലെ ഈ വിഷയം വീണ്ടും ഇങ്ങനെ ധ്യാനിക്കുകയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുകയും ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ കണ്ണ് പെട്ടെന്ന് ഉടക്കിയ ഒരു കൊട്ടേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. When I was meditating these verses early morning, I came across with a quotation. I would like to share that with you. വളരെ കഷ്ടതയിലൂടെ പോകുമ്പോൾ When we go through severe trials, ഇയ്യോബിനെ ബലപ്പെടുത്തിയത് ഗോഡ് ഈസ് സോവറിൻ എന്ന ബലമായിരുന്നു. God is sovereign. That thought strengthened Job during this severe trouble. അതുകൊണ്ട് എപ്പോഴും പറയണം ഗോഡ് ഈസ് സോവറിൻ. So always try to remember and remind yourself that God is sovereign. ഇന്ന് രാവിലെ നമ്മൾ കേട്ടപ്പോൾ യാക്കോബ് കാണുന്ന ഡ്രീമിൽ ഏറ്റവും മുകളിൽ ദൈവമാണ്. Hallelujah. Today morning also we heard from the book of Psalms that Jacob, when he had a dream, he saw the first one who is sitting above all is God. Praise the Lord. Amen. ആ ലോൺലിനെസ്സിൽ, ട്രയൽസിൽ ആ സോവർണിറ്റി ഓഫ് ഗോഡ് നമ്മളെ ബലപ്പെടുത്തണം. In our loneliness or in our trials, the sovereignty of God should comfort each one of us. സ്പർജൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞൊരു കൊട്ടേഷനാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. I would like to share Spurgeon's quoting. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. When you go through the trials, the sovereignty of God is the pillow upon which you lay your head. Amen. Hallelujah. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം നോക്കിയ. കഷ്ടതയിലൂടെ പോകുമ്പോൾ, പ്രയാസത്തിലൂടെ പോകുമ്പോൾ, വേദനയിലൂടെ പോകുമ്പോൾ ഒരു ഭക്തന് അവന്റെ ഉള്ളിലെ ബോധ്യം ദൈവം സോവറിനാണ്, അവിടുന്നാണ് വാഴുന്നത്. ആ ബോധ്യം ഉണ്ടെങ്കിൽ ആ കഷ്ടതയുടെ നടുവിലെ ദൈവത്തിൻ്റെ സോവർണിറ്റി എന്നുള്ളത് എൻ്റെ തലചായ്ക്കാനുള്ള പില്ലോ ആണെന്നാണ് ആ സ്പർജൻ എന്ന് പറയുന്ന ഭക്തനായ ദേവദാസൻ പറഞ്ഞത്. Spurgeon was stating like this: when a person goes through severe trials or affliction, if he is having a conscience that God is sovereign, then that thought or that conscience is the pillar. There he can lie down and he can sleep. Is the pillow. Is the pillow, sorry, not Praise the the pillar. അത് ഞാൻ ഇന്ന് രാവിലെ ഒത്തിരി നേരം ആ വാക്യം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടതാണ്. So I was meditating a lot early morning this verse, this quoting. അതിന്
മറ്റൊരു കാര്യം ഇയ്യോബിനോട് ചേർത്ത് പറഞ്ഞാൽ ഇയ്യോബിന് അറിയായിരുന്നു ഗോഡ് ഈസ് കൺട്രോളിങ് ഇവന്റ്സ്. So Job knows that God is controlling all the events. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഹോൾ ബുക്ക് ഓഫ് ജോബ് വായിച്ചാൽ ഒരു കാര്യം അറിയാം, ജോബ് എവിടെയെങ്കിലും വെദർ ഹി എക്സ്പെക്ടഡ് വൺ ഡേ ഐ വിൽ ഗെറ്റ് ഹീലിംഗ് ഒരു വാക്യമെങ്കിലും ഉണ്ടോ? When we go through all these chapters, Job didn't mention a verse that he is going to be cured, or he didn't have a thought about that. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? He didn't actually specifying any expectation of his healing all throughout these verses of this book. ഇല്ല. We cannot see that. പക്ഷേ ഒരു ഹോപ്പ് തനിക്കുണ്ടായിരുന്നു. But he has a hope. എന്റെ രോഗം മാറിയാലും ഇല്ലെങ്കിലും മൈ റിഡീമർ വിൽ കം. Amen. Though my disease may go or not, my Redeemer lives. അങ്ങനെങ്കിൽ നോക്കിയേ, മെറ്റീരിയൽ തിങ്സിൽ അധിഷ്ഠിതമായിരുന്നില്ല ഭക്തി. His godliness was not based on material possession. God himself ആയിരുന്നു ഭക്തിക്ക് ആധാരം. His godliness was purely based on God himself. ഏത് ട്രയൽസിലും God is sovereign എന്ന പാഠം ജോബിന് അറിയാമായിരുന്നു. He know the lesson that whatever his situations are, God is sovereign. God is controlling the events എന്ന ബോധ്യം തനിക്കുണ്ടായിരുന്നു. He is very sure of God is controlling all the events. തന്റെ ഹോപ്പ് തന്റെ വീണ്ടെടുപ്പുകാരന്റെ വരവായിരുന്നു. His hope was his Redeemer is going to come back. അതുകൊണ്ടാണ് ഭക്തിയോടെ ജീവിച്ചത്. That is the reason Job lived a life of godliness. ഒരു ചെറിയ ആശയ പുസ്തകത്തെ പറ്റി കിട്ടിയോ? I think that a small overall picture of this Job you all may got it already. കുഞ്ഞുങ്ങൾക്ക് കിട്ടിയോ ഞാൻ പറഞ്ഞ കാര്യം? Do you guys all understand? Praise the Lord. Amen. Stotram. ഫ്രൈഡേയും സാറ്റർഡേയും ഒക്കെ പ്രായമുള്ളവർക്ക് കുറച്ചേറെ ഞാൻ പറഞ്ഞല്ലേ, ഇന്ന് ഇവരെ ഒന്ന് ഫോക്കസ് ചെയ്യുക. Hallelujah. I would like to focus our youngsters. ഇത്ര ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞല്ലേ, യു ഹാവ് ടു റീഡ് ദാറ്റ് ബുക്ക്. So since I gave you so much introduction about this book, please read this book. ഇനി നമുക്ക് ഈ ബുക്ക് ഓഫ് ജോബിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മോട് ബാധിക്കുന്ന ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. So let us turn our attention to a few things which is very related to our life. നമുക്കറിയാം ഇയ്യോബ് വളരെ റിച്ച് ആൻഡ് ഗോഡ്ലി ആയിരുന്നു. We all know that Job was a wealthy man. റിച്ച് ആൻഡ് ഗോഡ്ലി. And he was a godly man. തന്നെ കാണാൻ വന്ന ഫ്രണ്ട്സിനെ പറ്റി പറയുന്നത് മറ്റ് രാജ്യത്തിൽ നിന്ന് വന്നവരെന്നാണ്. When the friends were mentioned, his friends were coming from another kingdom to visit him. എലിഹുവിനെ പറ്റി ഒരാള് പറഞ്ഞു ഞാൻ കേട്ടത് ഹീസ് ഫ്രം എ കിങ്ലി ഫാമിലി എന്നാണ്. Elihu, one of his friends were mentioned as he is from a king's family, royal family. അങ്ങനെയെങ്കിൽ നോക്കിയേ എത്രമാത്രം റിച്ച് ആയിരുന്നു ജോബ്. How rich he was, Job. യോബിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, The one lesson this book is teaching us, even a rich man can lead a godly life. even a rich man also can lead a godly life. നമ്മൾ ഓർക്കുന്നത് ഈ പാവങ്ങളാണ് ദൈവത്തെ സേവിക്കേണ്ടത്. പണ്ടൊരാൾ ഉദാഹരണം പറയുന്നില്ല, അങ്ങനെയുള്ളവർക്കാണ് ഭക്തിയും ബൈബിളും എന്നൊക്കെ. നോ 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 നോ. ഇയ്യോബ് വളരെ റിച്ച് ആയിരുന്നു, അതോടൊപ്പം തന്നെ വളരെ വിശുദ്ധനായിരുന്നു, ഭക്തിയായിരുന്നു. കുഞ്ഞുങ്ങളെ, നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ പണവും പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന സ്വത്തൊന്നും എൻ്റെ ഗോഡ്ലി ലൈഫിന് തടസ്സമാകുകയില്ല എന്ന് ഇയ്യോബിന്റെ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. This Job's lesson is teaching us that the wealth or the education, those are not any hindrances to a godliness in our life. Usually we think that when rich people won't live a life of godliness. How wealthy we are, we can still live and lead a holy life. Amen. Hallelujah. അത് നമ്മുടെ ഇടയിൽ നമ്മുടെ അകത്ത് കയറേണ്ട ഒരു കാര്യമാണ്. Amen. We have to write inside us, inside each one of us, though we are very wealthy, still we can live a life with godliness. നമ്മൾ പണത്തിന് വലിയ സ്ഥാനം കൊടുക്കാറുണ്ട്. We usually tend to give a lot of importance to wealth. നമ്മുടെ വെൽത്ത് നമ്മുടെ മാസ്റ്റർ ആകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. When the riches and the wealth became the master of each one of us, then it will be a trouble. നമ്മൾ അതിനെ മാസ്റ്റർ ആക്കിയാൽ നമ്മൾ സ്ലേവ് ആകുകയാണ്.
when we make richness as the master over us, we are becoming a slave to the riches. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, where we placed our money, where we placed our wealth? The- മലയാളത്തിലങ്ങ് പറഞ്ഞു. Where are we keeping our wealth, or where we keep your treasure? Praise the Lord. അത് മാസ്റ്റർ ആണോ, അതോ മാസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഹോളി ലൈഫ് നയിക്കാൻ പറ്റത്തില്ല, ഗോഡ്ലി ലൈഫ് നയിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതിനെ താഴെയാക്കിയാൽ, അതിൻ്റെ പൊസിഷൻ നമ്മൾ താഴെയാക്കിയാൽ യോബ് ജീവിച്ച പോലെ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയും. If we make our wealth or possessions as our master, we won't be able to live a godly life. But if we are able to make all the possessions as a slave, then God is our master, then we will be able to lead an upright and a God-fearing life. യോബിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന പ്രഥമ പാഠം, even a rich man can lead a godly life. The book of Job is teaching this important lesson, is even a rich person can lead a godly life. മറക്കല്ല. Do not forget. പ്രൈസ് ദി ലോർഡ്. കരമെടുത്ത് കഥാവിന് സ്തോത്രം പറയാമോ? Hallelujah, hallelujah. ഇതോടെ കേൾക്കുമ്പോ ഒരു പ്രൈസ് ദി ലോർഡ് ഉറക്കെ പറയണ്ടയോ? സ്തോത്രം, 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 Amen. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇടയ്ക്ക് പറയത്തില്ല, എല്ലാ പ്രസംഗത്തിനും കീബോർഡ് വായിക്കാൻ പറ്റില്ല അല്ലേ, എന്നെ ചെയ്യാൻ പറ്റും. Hallelujah, hallelujah, hallelujah. രണ്ടാമത്തെ പാഠം. The second lesson from this book. ഈ ബുക്കിനകത്ത് ഇയ്യോബ് ഭയങ്കര ഇന്റലിജന്റ് ആണ്. In this book, we can see that this character Job was an intelligent man. വേറെ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു ഫിലോസഫർക്ക് എന്തെങ്കിലും എടുക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഇയ്യോബിന്റെ വാക്കുകളിൽ നിന്ന് എടുക്കാം. A philosopher can take any words from this book, not any other books they have to go. They can see a lot of philosophical phrases in this book of Job. ഇയ്യോബിന് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന 4 രാജാക്കന്മാർക്കും they were brilliant. Not only Job, all these 4 friends of those royal families, they were also very intelligent and wise. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാഹചര്യങ്ങളെ, ഇവന്റ്സിനെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. But though these are the facts, they were unable to comprehend the situations or the events happening around that family. ആ 4 ഫ്രണ്ട്സ് വന്ന് പല ചോദ്യങ്ങൾ ചോദിച്ചു. Those 4 friends came over and asked many questions. Why do the righteous suffer എന്നതിനുള്ള ഉത്തരം അവർക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. They were also unable to answer the question, why do the righteous suffer? അതിനകത്ത് ഒറ്റ ഉത്തരമേ തിരുവെടുത്ത് പറയുന്നുള്ളൂ, God is sovereign. There is only one answer for this question. ഈ സകലത്തെയും സൃഷ്ടിച്ചപ്പോൾ അവിടുത്തേക്ക് ഒരു തെറ്റും സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അവൻ ഒരു തെറ്റും സംഭവിക്കുകയില്ല. അതാണ് ദൈവത്തിന്റെ സോവർണിറ്റി എന്നുള്ളത്. So we can learn a lesson from this book that in our life also God is in control and He is a sovereign God and He will never fail. Praise the Lord. Amen. നമുക്കറിയാം, ഈ ജോബിന് പല കാര്യം അറിയാമായിരുന്നെങ്കിലും ഗോഡും സൈറ്റാനും തമ്മിൽ നടന്ന ചാപ്റ്റർ 1 and 2 കോൺവെർസേഷനെ പറ്റി ഇയ്യോബിന് ഒന്നും അറിയാൻ പാടില്ല. Job know a lot of things, but in chapters 2 and 3 there is a conversation between God and Satan. Job never knew about it. രണ്ടാമത്തെ കാര്യം, വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റിയും don't know nothing അല്ലേ. Job didn't even know the after effect or the things yet to come. Job didn't know that. ഏറ്റവും വലിയ ജ്ഞാനികളാണ് സംസാരിക്കാൻ വന്നത്, പക്ഷെ അവർക്കും അറിയില്ല. Almost intelligent friends came over, but they also didn't know what is yet to come. ഇയ്യോബിന്റെ പുസ്തകം പഠിപ്പിക്കുന്ന സെക്കൻഡ് ലെസൺ, The second lesson this book is teaching us, man is not brilliant enough to answer the very old question of why righteous men suffer. amen, hallelujah, hallelujah. എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും ഇതിന് ഉത്തരം പറയാനായിട്ടില്ല. പക്ഷെ നമുക്ക് തിരുവെഴുത്തിന്റെ ആകത്തുകയിൽ ഉറയ്ക്കാം, സകലത്തിന്റെയും മീതെ വാഴുന്ന, സകലത്തിന്റെ ഉറവിടമായ, എല്ലാം സൃഷ്ടിച്ചപ്പോൾ ഒരു കേടും കൂടാതെ ഒരു തെറ്റും കൂടാതെ നിർമ്മിച്ചവനാണ് എൻ്റെ നാഥൻ. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവിടുന്ന് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ആ ഒരു ബോധ്യമാണ് ദൈവത്തിന്റെ സോവർണിറ്റി.
We all tend to learn a lesson from this book that God is sovereign and He is in control of every situation, and without His permission and His will and His knowledge, nothing will happen in any one of our life. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം, The third important lesson from this book is the intensity of the suffering cannot destroy a godly man or his godliness. Amen. മലയാളത്തിൽ Hallelujah. പറയാം, കഷ്ടത ഒരു ദൈവഭക്തനെയോ ദൈവഭക്തനെയോ ദൈവഭക്തിയെയോ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. The intensity of the trials and problems of our life never destroy the godliness or the God's control in one person's life. നമ്മൾ ചിന്തിക്കുന്നത് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിനെ സേവിക്കാമായിരുന്നു. We may tend to think that if I have enough good health, I may be able to worship Him fully. എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുമായിരുന്നെങ്കിൽ കർത്താവിനെ സ്നേഹിക്കാമായിരുന്നു. We may think that if everything goes well and smooth, I would be able to worship Him full. എന്നാൽ ഒരു റിയൽ ഭക്തനെ സംബന്ധിച്ചിടത്തോളം കഷ്ടത അവനുമായിട്ടുള്ള ദൈവിക ബന്ധത്തെ ബാധിക്കുകയില്ല എന്നൊരു പാഠം ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. But this book is teaching us that if a true person, if a person is of integrity, they will never be afflicted by any of the trials, and he is very sure that God is sovereign. ആ കഷ്ടതയിലും ഇയ്യോബ് ഭക്തനായി ജീവിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇന്നിവിടെ അത് പ്രസംഗിക്കുന്നത്? Since those troublesome life also, Job was able to be an upright man. That is the reason we, after thousands of years, we are still thinking and teaching and speaking about this character Job. ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് അത് തന്നെയാണ് പറയുന്നത്. കഷ്ടത എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരിക്കും. ഒരു യഥാർത്ഥ ഭക്തനെ നേരിടുന്ന കഷ്ടതകൾ അവനെയോ അവന്റെ ആത്മീയതയോ ബാധിക്കുകയില്ല എന്ന വളരെ പച്ചയായൊരു സത്യം ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. We can see that if you search and try me, I will be purified like pure gold. That's what we are reading from the verse. A true godly person will be purified by all the trials and difficulties in their own life. ദാനിയേലിന്റെ ബുക്കിനകത്ത് 3 യൗവനക്കാർ കെട്ടപ്പെട്ടവരായി തീയിലിട്ടു. We can see that in the book of Daniel, 3 young persons were bonded and put it into the fire. നമുക്കറിയാം, ആ ബാലന്മാർ ഇല്ലാതായി തീർന്നില്ല, അവരുടെ ബന്ധനങ്ങളാണ് ഇല്ലാതായി തീരുന്നത്. അതുപോലെ തന്നെ കഷ്ടതയും പ്രയാസവും ഒക്കെ തമ്പുരാൻ നമുക്ക് അനുവദിക്കുന്നത് നമ്മൾ താഴ്മയുള്ളവരാകാനും പ്രാർത്ഥിക്കുന്നവരാകാനും കരയുന്നവരാകാനും തമ്പുരാനോട് ചേർന്നിരുന്ന ദൈവപ്രസാദമുള്ളവരായി ജീവിക്കാനും ദൈവം അനുവദിക്കുന്നതാണെന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. The scripture is saying that when we are thrown into fiery furnace, God never wanted us to be destroyed, but our bondages should be broken, and we need to be purified through all the situations and the trials and the difficulties whenever we face across. Praise the Lord. അത് നമ്മുടെ ബലമാണ്. That is the strength of our each person. ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയാമോ? Hallelujah, ഇത് നമ്മുടെ hallelujah. മനസ്സിലുണ്ടായിരിക്കണം. വേദനയിലൂടെ പോകുമ്പോൾ, Hallelujah. കഷ്ടതയിലൂടെ പോകുമ്പോൾ Hallelujah. വിശുദ്ധന്മാർ ഇങ്ങനെയാണ് ജീവിച്ചത്. അതുകൊണ്ട് തകർക്കാനായിട്ട് പിശാചിന് ഒരിക്കലും കഴിയുകയില്ല. തീക്ക് നമ്മളെ കത്തിക്കാനായിട്ട് കഴിയില്ല, നമ്മുടെ ബന്ധനങ്ങളെയാണ് കത്തിക്കാനായിട്ട് കഴിയുള്ളൂ. ഇതാണ് നമ്മുടെ ബലം. God is sovereign God. Amen. God is our sovereign God, and nothing can break us apart, and even fire cannot destroy us, but it will. All the trials, all the difficulties make us, each one of us, pure and holy. അടുത്ത ഒരു പ്രധാന ലെസൺ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, Another important lesson this book is teaching us is like this. നമ്മുടെ കഷ്ടതയും നമ്മുടെ വേദനയും ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പോലും മനസ്സിലാക്കണമെന്നില്ല. Our trials and our difficulties may not be able to comprehend by those who are very near and dear to us. Even the wisest
or closest friends are not adequate to reduce the intensity of certain suffering. Amen. Hallelujah. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യം? Hallelujah. നമ്മൾ ഓർക്കുന്നത് എൻ്റെ ലൈഫ് പാർട്ണർക്ക് മനസ്സിലാവുന്ന നിർബന്ധമില്ല. Maybe we may tend to think that my life partner, my husband or my wife could understand what I am going through. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇയ്യോബ് ഇരുന്നത്, ആശസിലാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് സമയത്തെ വേർതിരിക്കണം. വേദനയുടെ നടുവിൽ ക്ലോസസ്റ്റ് ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സിന് ഒരുപക്ഷെ മനസ്സിലാവണമെന്നില്ല. എന്നാൽ ഒരുവൻ തിരുവെഴുത്ത് തുറന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവനോട് തമ്പുരാൻ ഇടപെടും. ഐ ആം സോവറിൻ, സകലത്തിന്റെയും മീതെ ഞാനാണ് വസിക്കുന്നത്. ഇത് നമ്മുടെ ധൈര്യമായിരിക്കട്ടെ. When Job was undergoing through this difficult situation, his partner was unable to understand when he was sitting in the ashes. So whenever we all go through the trials and the difficulties, we have to kneel down and look up unto the heaven and look through the scriptures. Then we will be able to understand that God is sovereign. Even our best friends may not understand our pains. Even our best friends may not be able to comprehend our They are pain. unable to give the comfort. They were unable to give us comfort. പക്ഷേ നമുക്ക് തമ്പുരാന്റെ മാറോട് Hallelujah. But we have a strong refuge to lean on. His bosom is enough for us. Praise the Lord. Amen. കർത്താവിനോട് Hallelujah. ക്ലിങ് ചെയ്തിരിക്കണം. Let us cling to our Lord and Master. Praise the Lord. Hallelujah. Amen. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ അതെല്ലാം നിർത്തിയിട്ട് ലാസ്റ്റ് ഈ പുസ്തകത്തിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോകാം. So I have to tell a lot of things, but let me conclude by going to the last portion of this book. God's stories always have a happy ending. Amen. Hallelujah. Hallelujah. God's stories always have a happy ending. അങ്ങനെ ഒരു എൻഡിങ് നമുക്കുണ്ടാകണമെങ്കിൽ ഇയ്യോബ് ചെയ്ത പോലെ kneel down before the Lord. If we all wish to have a happy ending, we need to do what Job did. Kneel down before God and look up to Him. ഒരു ട്രാജിക് എൻഡ് ഈ പുസ്തകം പഠിപ്പിക്കുന്നില്ല. This book is not teaching us a tragic end. തിരുവെഴുത്തിൽ ഒരിടത്ത് പോലും അങ്ങനെ കാണുന്നില്ല. We cannot see anywhere in the scriptures. ദൈവം സോവറിനാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുവന്റെ ജീവിതത്തിന്റെ ഹാപ്പി എൻഡിങ് സ്പോൺസർ ചെയ്യുന്ന ഒരു ബുക്കാണ് തിരുവെഴുത്ത്. Bible is a book which is sponsoring a happy ending those who fear God. Praise the Lord. Amen. യേശുവിന്റെ Hallelujah. ഭൂമിയിലെ ജീവിതത്തിന്റെ ഒടുക്കം ക്രൂശായിരുന്നു, പക്ഷേ അതും വിജയമായിരുന്നു. The end of the life of Jesus during his stay on this earth, the end was cross, but that cross was also a gain. ജോസഫിന്റെ ലൈഫിന്റെ ഹാപ്പി എൻഡിങ് പാലസ് ആയിരുന്നു. Joseph's life's ending was a palace. എസ്തറിന്റെ ലൈഫിന്റെ എൻഡിങ് പാലസ് ആയിരുന്നു. Esther's life's ending also was a palace. ഇന്നലെ നമ്മൾ ചിന്തിച്ച സ്റ്റീഫന്റെ എൻഡിങ് ആത്മനിറവായിരുന്നു. Stephen's ending, yes, last night we thought about it. His life's end was full of Holy Spirit. പോളിന്റെ എൻഡിങ് ഒരു തൃപ്തനായി ഇവിടുന്ന് പോകുമായിരുന്നു. Paul's ending with a complete satisfaction, he left this world. God's stories always have a happy ending. Amen. God's stories always have a happy ending. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ നമ്മിൽ ഇടപെടാനായിട്ട് നാം അനുവദിച്ചാൽ സ്തോത്രം, കാര്യങ്ങൾ സ്തോത്രം, ഇവന്റ്സ് സ്തോത്രം, ഇങ്ങനെയാകും. സ്തോത്രം, God is sovereign. ആ ഒരു പാഠമാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. So I would like to let you all know that this book is teaching us an important lesson. If we make God as sovereign, then always we will be having a happy ending. സ്തോത്രം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തിരുവെഴുത്തിലൂടെ മനസ്സിലായെങ്കിൽ ഒരു പ്രൈസിലൂടെ പറയാമോ? Hallelujah. Hallelujah. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമാണ്. Let us all have a beneficial, this message should be a benefit to our spiritual life. കണ്ണുകളെ നടക്കാമോ? Let us close our eyes.